Good morning, good afternoon, good evening, everyone. So now, അഡ്വാൻസ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഒട്ടുമിക്ക എല്ലാവർക്കും വരുന്ന ഒരു പേടി എന്താ? 33 ചാപ്റ്റർ ഉണ്ട്. ഭയങ്കര വലിയ വോളിയമാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ട് നിറഞ്ഞ അടക്കാണ്. ഞാനിത് എങ്ങനെ തീർക്കുക? ലെങ്തി ആണ്. എക്സാമിൽ എനിക്ക് ടൈമിൽ തീർക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണല്ലോ നിങ്ങളുടെ എല്ലാവരും കോമൺ ആയിട്ട് വരുന്നത്. യെസ് ഓർ നോ? പ്രോബ്ലംസ് ആയിട്ട് കോമൺ ആയിട്ട് വരുന്നത് ഇതൊക്കെയാണല്ലോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു പേപ്പർ ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. സത്യം. ആൻഡ് ഐ വിൽ ഷോ യു ദ പ്രൂഫ് ഔട്ട് ഓഫ് ഇറ്റ്. ഞാനിവിടെ എന്താ പറയുക, ഒരു 10-day പ്ലാൻ, വെറും 10 ദിവസം. ഐ ഡോണ്ട് മൈൻഡ് ഇഫ് യു ആർ ലൈക്ക് എന്താ പറയുക, നിങ്ങളുടെ ബേസ് വീക്ക് ആണെന്നാണെങ്കിൽ പോലും ഈ ഒരു പ്ലാൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ ഹോളിസ്റ്റിക് എന്ന് വെച്ചാൽ യു ഹാവ് ടു ഫിനിഷ് ദിസ് പ്ലാൻ ബിഫോർ ഗോയിങ് ടു ബെഡ്. ആ ഡേ വൈസ് പ്ലാൻ, അങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾ വെക്കുകയാണെങ്കിൽ 10ാമത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൈ ദി എൻഡ് ഓഫ് ദി 10th day യു വിൽ ബി ഗെറ്റിംഗ് കോൺഫിഡൻസ് ഓൺ ദിസ് പേപ്പർ. ദാറ്റ് ഐ ക്യാൻ അഷോ യു. ആൻഡ് ഞാൻ ഇവിടെ ABC അനാലിസിസ് ഇട്ടിട്ടുണ്ട്. വെറുതെ ഞാൻ എന്താ പറയുക, ഇതിന് A, ഇതിന് B, ഇതിന് C എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല. കറക്റ്റ് പ്രൂഫായിട്ട് ഞാൻ കാണിച്ചു തരും. വൈ ഡിഡ് ഐ പുട്ട് ദിസ് A, B ആൻഡ് C ഓൾസോ. ഓക്കെ, ആൻഡ് ലെറ്റ് മി ടെൽ യു ദാറ്റ് ആ A കാറ്റഗറി B കാറ്റഗറി ഒക്കെ വെച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഇത് ശരിക്കും A കാറ്റഗറി, ഇത് B കാറ്റഗറി തന്നെ എന്ന് ഞാൻ പറയാനും പറ്റും. I can show you that too. All right, without further much ado, let's begin. And let me introduce myself. Myself CA Shoaib Shaukat, and I'm a chartered accountant, and I've been teaching for the past 6 years. So yeah, let's move ahead. അഡ്വാൻസ് അക്കൗണ്ടിങ് ഞാൻ എളുപ്പത്തിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ 10-day പ്ലാൻ വെച്ചിട്ട് 60+, ഇനി പോട്ടെ 70+ അടിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് ഞാൻ ഒരു പ്ലാൻ ആക്കിയിട്ടുണ്ട്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് വിൽ വർക്ക് ഇറ്റ് ഔട്ട്. ഒന്ന് ട്രൈ നോക്ക്. വി ഹാവ് ലൈക്ക് എന്താ പറയുക 40 to 50 days ഉണ്ട് ഇതിൽ. അതിലൊരു 10 ദിവസം നിങ്ങൾ തന്നെ നോക്കി നോക്ക്. ഐ ക്യാൻ അഷോ യു ദിസ് വിൽ വിൻ യുവർ ഹാൻഡ്സ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് നോക്കാം. ഇതിലൊരു ഞാൻ റോഡ് മാപ്പ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഈ ഇതെങ്ങനെയാണ് നമ്മൾ ഈ പേപ്പർ 1 പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഈ ABC അനാലിസിസ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം. പഠിക്കുന്നതിന് മുന്നേ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡു ഐ മീൻ ബൈ ദിസ് ABC അനാലിസിസ്. സോ നൗ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ ചിലന് എയുടെ കൂടെ പ്ലസ് എന്നിട്ടുണ്ട്. പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്. സി എന്ന് പറഞ്ഞാൽ അതിൻ്റെയും താഴെ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അർത്ഥം. സോ ലെറ്റ്സ് ഗോ അഹെഡ്. A++, B+ പറഞ്ഞ ടോപ്പിക്സിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിനുള്ള കോൺസെപ്റ്റ് നല്ല ഡെപ്തിൽ പോകണം. ആൻഡ് ഇഫ് യു ഹാവ് ബോട്ട് മൈ ക്ലാസ്, അതന്നെ മോർ ദാൻ ഇനഫ് ആണ്. നിങ്ങൾ ആ കോൺസെപ്റ്റ് കോൺകറിന്റെ മെറ്റീരിയലും അതിന്റെ റെക്കോർഡ് ലെക്ചറും വെച്ചിട്ടാണ് ക്ലാസ് ചെയ്യുകയാണെങ്കിൽ മോർ ദാൻ ഇനഫ്. ബട്ട് എന്നാലും കുഴപ്പമില്ല. ഇഫ് യു ഹാവ് എ ഫാക്കൽറ്റി, ഇഫ് യു ഹാവ് പർച്ചേസ്ഡ് എ റെസ്പെക്റ്റീവ് ഫാക്കൽറ്റി, എല്ലാവരും അതിൻ്റെതായ ഒരു ബെസ്റ്റിലാണ്. ഐ എം ടെലിംഗ് യു ദാറ്റ് ഈച്ച് ഫാക്കൽറ്റി ഡസ് ഇറ്റ്സ് ബെസ്റ്റ്. സോ അവരുടേതായ ഫാക്കൽറ്റിയുടെ മെറ്റീരിയലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. സോ ദിസ് ഇസ് എ യൂണിവേഴ്സൽ മെറ്റീരിയൽ ഫോർ യു. ഈ ഒരു PDF എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സൽ ആണ്. ആൻഡ് ഇഫ് യു വാണ്ട് ദിസ് PDF, ഐ എം ടെലിംഗ് യു, ഇറ്റ്സ് ദെയർ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ജസ്റ്റ് രജിസ്റ്റർ ഇറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് വിത്തിൻ 24 hours. ഓക്കെ, അപ്പൊ നമുക്കിത് നോക്കാം. ഇതൊന്ന് ഡെപ്തിലാക്കാം. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് വെച്ചാൽ നിങ്ങളുടെ ICയുടെ ക്വസ്റ്റ്യൻസ്, ICയുടെ സ്റ്റഡി മെറ്റീരിയൽ കിടക്കുന്ന ഇല്ലുസ്ട്രേഷൻസ്, ടെസ്റ്റ് യുവർ നോളജ്, പിന്നെ അതേപോലെ തന്നെ എക്സാമ്പിൾസ്, അത് റൈറ്റിംഗ് എഴുതി തന്നെ 2 വട്ടം പഠിക്കണം. പിന്നെ കഴിഞ്ഞ 5 RTPയും പ്രീവിയസ് ഇയർ പേപ്പറും ചെയ്യാം. ഇൻക്ലൂഡിങ്, ഐ എം റിപ്പീറ്റിംഗ്, ലൈക്ക് എന്താ ലേറ്റസ്റ്റ് RTP, അതായത് മെയ് 2026. ഇപ്പൊ നിങ്ങൾ മെയ് 2026 അറ്റംപ്റ്റ് ആണെങ്കിൽ മെയ് 2026 അറ്റംപ്റ്റിന്റെ ആ ലേറ്റസ്റ്റ് RTPയും കൂടി നിങ്ങൾ നോക്കണം. ഇനി B കാറ്റഗറിയിലോട്ട് വരുമ്പോൾ സെയിം തന്നെ നിങ്ങളെ കോൺസെപ്റ്റ്സ് സ്ട്രെങ്ത് ആക്കുക. ഇപ്പൊ എന്റെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ വെൽ ആൻഡ് ഫൈൻ, വേറൊരു ഫാക്കൽറ്റി ആണെങ്കിലും കുഴപ്പമില്ല. ഇനി അഗൈൻ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്യുക, പക്ഷെ അത് 2 വട്ടം ചെയ്യണം, 1 വട്ടം ചെയ്താൽ മതി. ഓക്കെ, പിന്നെ RTP കഴിഞ്ഞ 5 ഒന്നും ചെയ്യേണ്ട, 2 RTP ചെയ്താൽ മതി. മോർ ദാൻ എനഫ്. ഇപ്പൊ നമുക്ക് 50 ദിവസമുള്ളൂ കയ്യിൽ, ലൈക്ക് 40 to 50 days ഉള്ളൂ. സോ യു നീഡ് ടു പ്ലാൻ ദിസ് ഹോളിസ്റ്റിക്കലി. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ സബ്ജക്ട്സ് ഉണ്ട്. അഡ്വാൻസ് അക്കൗണ്ട്സ് മാത്രം ക്ലിയർ ചെയ്താൽ പോരാ, യു നീഡ് ടു ക്ലിയർ ദ ഹോൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ബോത്ത് ദ ഗ്രൂപ്പ്സ്. അങ്ങനെ ക്ലിയർ ചെയ്യും വേണം. സോ അതുകൊണ്ടുള്ള ഒരു പ്ലാൻ ആണിത്. ഇനി അടുത്തത് C കാറ്റഗറി ആണ്. C കാറ്റഗറിയിൽ നിങ്ങൾ ഡെപ്ത് ഒന്നും വേണം, ജസ്റ്റ് ഒരു ഓവർവ്യൂ മതി. ആ ഒരു ചാപ്റ്ററിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു ഓവർവ്യൂ മതി. അപ്പോൾ എൻ്റെ ക്ലാസ് ആണെന്ന് കണ്ടെങ്കിൽ ആ ഒരു ഓവർവ്യൂ മോർ ദാൻ എനഫ്. നിങ്ങൾ അതിൻ്റെ അപ്പുറം വേറെ ഒന്നും ചെയ്യണ്ട. ദാറ്റ്സ് എനഫ്. ആ ഫാക്കൽറ്റിയുടെ ആ ക്ലാസ്സും കണ്ടിട്ട് അതന്നെ മതി. നിങ്ങൾ അതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യണ്ട. ദാറ്റ്സ് എനഫ്. പിന്നെ ടൈം പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡു ഓൾ ദി ക്വസ്റ്റ്യൻസ് ഓഫ് ICA സ്റ്റഡി മെറ്റീരിയൽ അറ്റ്ലീസ്റ്റ് വൺസ്. ടൈം ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലേ കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ ഐ വുഡ് റെക്കമെൻഡ് യു ഡു ഇറ്റ്, എന്താണ് ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് വൺസ്. പിന്നെ എന്താ പറയുക, ലേറ്റസ്റ്റ് RTP, അതായത് മെയ് 2026 RTPയും കൂടിയും ചെയ്യാം.
ഇതാണ് എന്താണ് എ കാറ്റഗറി, ബി കാറ്റഗറി, സി കാറ്റഗറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ വരുന്നത് ഞാൻ ഒരു നോട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഇന്റൻസീവ് പ്രാക്ടീസ് ആയിട്ട് ചെയ്യാൻ നിൽക്കരുത്. എ കാറ്റഗറി, ബി കാറ്റഗറി പോലെ നമ്മൾ എഴുതി പഠിക്കുന്നുണ്ടല്ലോ, അത് സി കാറ്റഗറിയിൽ ഇന്റൻസീവ് ആയിട്ട് ഇത് ഭയങ്കരമായിട്ട് ഓരോന്ന് ഈച്ചായിട്ട് എഴുതാൻ നിൽക്കരുത്. 33 ചാപ്റ്റേഴ്സ് ആണ്. 33 ചാപ്റ്റർ എങ്ങനെയാ വെച്ചാൽ ഓരോ ASനും ഞാൻ ഓരോ ചാപ്റ്റർ ആയിട്ട് വെച്ചിട്ട് യു ഹാവ് 33 ചാപ്റ്റേഴ്സ് വിത്ത് യു. സോ ആ 33 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കാൻ നിൽക്കാൽ, ഓരോ ഇമ്പോർട്ടൻസ് പഠിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് ഇനി 3 മാസം കിട്ടിയാലും തീർക്കാൻ പറ്റില്ല. സോ മേക്ക് ഇറ്റ് വിത്ത് ദിസ് ഇമ്പോർട്ടൻസ്. പിന്നെ C മൈനസ് ഇട്ടാൽ ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു ഓവർവ്യൂ മാത്രം മനസ്സിലാക്കിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ ചെയ്യേണ്ട, ജസ്റ്റ് ആ ഓവർവ്യൂ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് സ്റ്റെപ്പ് നമ്പർ 2. നിങ്ങൾ എ കാറ്റഗറി, ബി കാറ്റഗറി, സി കാറ്റഗറി മനസ്സിലായല്ലോ, പെർഫെക്റ്റ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ഈ 10-day പ്ലാൻ നമ്മൾ പെർഫോം ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് PDF കിട്ടും. ആ PDF ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ലൈക്ക് ഏതൊക്കെ ചാപ്റ്റർ ആണ് നോക്കണ്ട്, അതിന്റെ അപ്പുറം തന്നെ ഞാൻ ഗ്രേഡ് ഇട്ടിട്ടുണ്ട്. സോ ആ ഗ്രേഡ് എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങൾ സ്റ്റെപ്പ് നമ്പർ 1 നോക്കുക, എന്നിട്ട് പിന്നെ ഇത് വെച്ചിട്ട് നോക്കുക. ആൻഡ് ഇഫ് യു ഹാവ് ബോട്ട് മൈ ക്ലാസ്, ഞാൻ സൈഡിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, എത്ര മിനിറ്റിന്റെ വീഡിയോ ആണെന്ന് ആ വീഡിയോ കണ്ടാലും മതി. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ എന്താണ് ഇൻവെന്ററി നടക്കുന്നുണ്ട്, ബീറ്റ് കാറ്റഗറി 2 മണിക്കൂറാണ് അതിന്റെ വീഡിയോ ഉള്ളത്. ആ 2 മണിക്കൂറിന്റെ വീഡിയോ അതിന്റെ കോൺസെപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ മെറ്റീരിയൽ ഉണ്ട്, അത് വെച്ചിട്ട് നോക്കിയാൽ മതി. ഓക്കെ, സോ അത് മാത്രം നോക്കാം. പിന്നെ C മൈനസ് ആയിട്ട്, C മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ, ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ നോക്കണ്ട, ആ വീഡിയോ മാത്രം കണ്ടാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഓൾ. അങ്ങനെ Day 1, Day 2, Day 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത അവസാനത്തെ Day 10 എത്തും. Day 10 ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചത്. അപ്പോൾ കുറേ പേർക്ക് തോന്നും ഞാൻ എന്തുകൊണ്ട് അവസാനം A+ ഗ്രേഡിലോട്ട് ഇട്ടേന്ന്. കാരണം ലാസ്റ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് ഇനിയും ദിവസം ഉണ്ടെന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ എന്താ പറയുക, ഒന്നുകൂടി ഡെപ്തിലോട്ട് പോകും. നിങ്ങളുടെ കയ്യിൽ ഇത്രയും സിലബസ് ഉണ്ടെന്ന് തോന്നുമ്പോൾ. ദാറ്റ് ഇസ് വൈ കെപ്റ്റ് ദിസ് അറ്റ് ലാസ്റ്റ്. സോ ഇറ്റ് വിൽ ഫീൽ ഫ്രഷ് നിയർ ടു യുവർ എക്സാംസ്. ദാറ്റ് ഇസ് വൈ. ഓക്കെ, അപ്പോൾ A+ എന്ന് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഷോർട്ടായിട്ട് ഇത് ചോദിക്കുന്നുള്ളതാണ്. അപ്പോൾ സാറാണ് ഈ പേപ്പർ സെറ്റപ്പ് ചെയ്യുന്നത്? അല്ല, ഞാനൊന്നുമല്ല. ഐ എം ജസ്റ്റ് ടെല്ലിംഗ് വിത്ത് മൈ പ്രിസംഷൻ ബേസ്ഡ് ഓൺ ദി പാസ്റ്റ് അറ്റംപ്റ്റ്സ്. അത് വെച്ചിട്ട് ചെയ്യുന്നത്. ആൻഡ് ഐ വിൽ ഷോ യു ദ പ്രൂഫ്. ഈ സിലബസ് തുടങ്ങിയ തൊട്ട് ജാനുവരി 2026 വരെയുള്ളതിൻ്റെ എന്താണ് നമ്മളിത് ഗ്രേഡിംഗ് വെയിറ്റേജ്, ഐ മീൻ മാർക്ക് വെയിറ്റേജ് ഞാൻ കാണിച്ചു തരാം. ഓൾറൈറ്റ്, സോ അതും അവിടെ. അപ്പം ഞാൻ സമ്മറൈസ് ചെയ്യാം. ഇപ്പം ഞാൻ ഗ്രേഡ് ABC ഞാൻ ഇതിൽ ഇങ്ങനെ ഓരോ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ. ആ ലിസ്റ്റിൽ ഈ പറയുന്ന 7 ചാപ്റ്റർ നിങ്ങൾ നല്ല വൃത്തിയിലങ്ങപ്പോ ഷുവർ ആയിട്ട് ഞാൻ പറയാം 65 to 70 മാർക്സ് ഇതിൽ കവർ ആവും. ഐ ക്യാൻ ബി സേ വിത്ത് ദ ഹയസ്റ്റ് അഷുറൻസ്. ഗ്യാരണ്ടി എന്തായാലും എനിക്ക് തരാൻ പറ്റില്ല, ബിക്കോസ് ഐ എം നോട്ട് ദി ICI ഹു ഇസ് സെറ്റിംഗ് അപ്പ് ദ പേപ്പർ. അത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഞാൻ ഹയസ്റ്റ് ലെവൽ ഓഫ് അഷുറൻസ് ആസ് എൻ ഓഡിറ്റർ എന്താ ചെയ്യുക, റീസണബിൾ അഷുറൻസ് കൊടുക്കുക. റീസണബിൾ അഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹയസ്റ്റ് ലെവൽ ഓഫ് അഷുറൻസ്. ആബ്സല്യൂട്ട് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. സോ അതേപോലെ തന്നെ ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത്, ഹയസ്റ്റ് ലെവൽ ഓഫ് അഷുറൻസ് ആണ് ഞാൻ തരുന്നത്. ഈ 7 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ 65 to 70 ഇതിൽ കവർ ആവും. ഞാൻ ഇത് എന്തിന്റെ ബേസിലാണ് ഞാൻ പറയുന്നത്, ഐ വിൽ ഷോ യു ദ പ്രൂഫ്. വെയിറ്റ് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഗ്രേഡ് ടോപ്പിക്സ് എന്ന് കണ്ടല്ലോ. നിങ്ങൾ മെയ് 24 നോക്ക്. മെയ് 24 ഡിസ്ക്രിപ്റ്റീവ് MCQ നമുക്ക് കിട്ടില്ല, അത് അവരെന്നെ മേടിച്ചുകൊണ്ട് പോകും അല്ലേ. സെപ്റ്റംബർ 2024 അറ്റംപ്റ്റ് തൊട്ടാണ് MCQ ബുക്ക്ലെറ്റ് നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാന്നുള്ള രീതിയിലോട്ടായത്. മെയ് 24 അറ്റംപ്റ്റിലോക്ക് 70-ൽ 59 മാർക്കാണ് കവറായത്. സെപ്റ്റംബർ 24 നോക്കിയാൽ ഔട്ട് ഓഫ് 100 76 മാർക്സ്. പിന്നെ 69 മാർക്സ്. നല്ല അടിപൊളി നമ്പർ. ഇത്രയും മാർക്സ് ആണ്, അതായത് 100-ൽ ഞാൻ പറഞ്ഞ 65 to 70 എന്നുള്ള രീതിയിലോട്ട് പോയത്. പറഞ്ഞു സാറ് ഇതിൽ എവിടെ 70 നടക്കുന്നത്? ഞാൻ ഇതിൽ ഇൻവെന്ററി എന്ന് ഞാൻ പറഞ്ഞ സാധനം ഇട്ടുണ്ടോ. ഇൻവെന്ററി ഇസ് ആക്ച്വലി B ഗ്രേഡ് ടോപ്പിക്, A ഗ്രേഡ് അല്ല. പിന്നെ ഞാൻ ഇത് എന്തുകൊണ്ടാണ് ഇത് പഠിക്കുന്ന പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി വെരി സിമ്പിൾ ടോപ്പിക്. നിങ്ങളുടെ കയ്യിലോട്ടാക്കുക. ഈ ഒരു ടോപ്പിക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പ് 2 എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോസ്റ്റിംഗ് കൂടി ഇതിലോട്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ടോപ്പിക് നിങ്ങൾ നോക്കിക്കോ. പിന്നെ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ, ജോയിന്റ് കോസ്റ്റ്, ബൈ പ്രോഡക്റ്റ്, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചോ. നല്ല ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആയി കാണുന്നത്. C ഗ്രേഡ് ചിലപ്പോൾ B ഗ്രേഡ് ആകാം. ദാറ്റ് ഇസ് വൈ ICI is unpredictable. പക്ഷെ ICI എങ്ങനെ ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ICI എങ്ങനെ ചിന്തിക്കുന്നത് വെച്ചാൽ ഇഫ് ദാറ്റ് ക്വസ്റ്റ്യൻ സൗണ്ട്സ് ക്വൈറ്റ് ഗുഡ്, അത് നിങ്ങൾക്ക് ചോദിക്കും. നിങ്ങളുടെ ഫീലിംഗ് ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലയിൽ B/C എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബിക്കോസ് ദ തിങ് ഇസ് ദാറ്റ് ദർ ആർ ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ഫീൽ ഇറ്റ് ഗുഡ്. ആ നല്ല ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്താ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ B/C ഇട്ട്. C ഗ്രേഡ് എന്ന് വരാൻ കാരണം ബേസ്ഡ് ഓൺ ദി പാസ്റ്റ് അറ്റംപ്റ്റ് ചോദിച്ചിട്ട് തന്നെയല്ല. B ഗ്രേഡ് എന്ന് എടുത്തുകൊണ്ട് എന്താ വെച്ചാൽ അത് നല്ല ക്വസ്റ്റ്യൻസ് അതിൽ കണ്ടതുകൊണ്ട്.
ദാറ്റ് ഇസ് വാട്ട്. അപ്പൊ അതുകൊണ്ട് ഇൻവെന്ററിയിൽ നല്ല ക്വസ്റ്റൻസ് കാണുന്നതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഇൻവെന്ററി ഞാൻ ഈ ലിസ്റ്റ് ഇട്ട്. അപ്പൊ നിങ്ങൾ ബി ഗ്രേഡ് നോക്ക്. ബി ഗ്രേഡ് എങ്ങനെ വരുന്നത് നോക്ക്. ബി ഗ്രേഡിന്റെ മാർക്കിംഗ് 29 മാർക്ക്, 40 മാർക്ക്, 43 മാർക്ക്, 34 മാർക്ക്, 29 മാർക്ക്, 37 മാർക്ക്. സി എ ഗ്രേഡ് ബി ഗ്രേഡിലാകുമ്പോൾ തന്നെ എന്തായി 85 to 90% കംപ്ലീറ്റ് ആയി. പോട്ടെ 95% അടുത്തോട്ട് കംപ്ലീറ്റ് ആയി. സോ ദാറ്റ്സ് ദ തിങ്. അപ്പൊ നിങ്ങൾ എ ഗ്രേഡ് ബി ഗ്രേഡ് മാത്രം തന്നെ നോക്കിയാൽ എത്രയോ, പക്ഷെ എന്ന് വെച്ചിട്ട് സി ഗ്രേഡ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് സി ഗ്രേഡിലെ ടോപ്പിക് നേരെ ബി ഗ്രേഡിലോട്ട് ഇടാനും ചാൻസ് ഉണ്ട്. അതാണ് കാര്യം. അപ്പൊ ഞാൻ സി ഗ്രേഡ് ടോപ്പിക് നിങ്ങൾ നോക്കിയാൽ കാണാം. ചിലത് 20 മാർക്കിന് വന്നിട്ടുണ്ടാവും. സെപ്റ്റംബർ 2025 അത്യാവശ്യം പാടാണെന്ന് പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈ സി ഗ്രേഡ് ടോപ്പിക്സ് 20 മാർക്കിന് ഇട്ടിട്ടുണ്ടായിരുന്നു. ജാനുവരി 26 അറ്റംപ്റ്റ് പാടാണെന്ന് പറഞ്ഞു. ബിക്കോസ് വൈ സി ഗ്രേഡിൽ 12 മാർക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് ദ തിങ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, സി ഗ്രേഡ് സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ പറഞ്ഞ മെത്തേഡ് ഉണ്ടല്ലോ, ഓവർവ്യൂ ഉണ്ടാക്കാം, അത് മതി. ആ ഒരു രീതിയിൽ പറ്റുമെങ്കിൽ ഒരു വട്ടം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. സി മൈനസ് ഗ്രേഡ് ജസ്റ്റ് ഓവർവ്യൂ മതി. ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് നിർബന്ധമല്ല. അതാണ് കാര്യം. ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര റയറാ. എന്തെങ്കിലും കണക്റ്റഡ് ആയിട്ടേ വരാനേ ഉള്ളൂ. ദാറ്റ്സ് വൈ ഐ സെഡ് ദാറ്റ്. സോ അറ്റ്ലീസ്റ്റ് യു ക്യാൻ ഫോക്കസ് ഓൺ ദിസ് വേ, യു ക്യാൻ ഗെറ്റ് എ എക്സംഷൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 60+, 70+ മേടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ എ ഗ്രേഡ് തന്നെ നോക്ക്. 76, 69 മാർക്കൊക്കെയാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ലെവലൊന്ന് പഠിക്കുക. പക്ഷേ എ ഗ്രേഡ് മാത്രം പഠിച്ചാലും റിസ്ക് ആണ്. ബിക്കോസ് ICI ഫുൾ മാർക്ക് ഒരിക്കലും നിങ്ങൾക്ക് തരില്ല. ഒരിക്കലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരില്ല. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ, ലൈക്ക് ഇഫ് യു അറ്റൻഡ് ദാറ്റ് ക്വസ്റ്റ്യൻ, 14 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് വെച്ചോ, നിങ്ങൾക്ക് എന്താ പറയാ, ഒരു പക്ഷേ എന്താ പറയാ 10 മാർക്കോ 12 മാർക്കോ കിട്ടൂ, ഈവൻ ഇഫ് യു റൈറ്റ് ഇറ്റ് പെർഫെക്റ്റ്ലി. അതാണ് കാര്യം. അപ്പൊ നിങ്ങൾക്ക് 65-70 മാർക്കിന് നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തെങ്കിൽ, ഈവൻ പെർഫെക്റ്റ്ലി അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ 50+ കിട്ടും. നമുക്ക് എന്ത് ചെയ്യും, 60+, 70+ കിട്ടണം. അതുകൊണ്ട് ഈ ABC അനാലിസിസ് വെച്ചിട്ട് ഇതങ്ങ് പഠിക്കും. I can tell you with the highest level of assurance, you can complete this. And if you follow this holistically, assurance എന്ന് പറയുന്നില്ല, ഗ്യാരണ്ടി നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഗ്യാരണ്ടി നിങ്ങൾക്ക് 10 ദിവസത്തിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ദ തിങ്. അപ്പോൾ നിങ്ങൾക്ക് ആ റോഡ് മാപ്പ് കിട്ടിയെന്ന് ഞാൻ മനസ്സിലാവുന്നു. ഈ 7 ചാപ്റ്റർ നിങ്ങൾ നല്ല ലെവലിലായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ അടിപൊളിയാവും. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ജസ്റ്റ് രജിസ്റ്റർ ഓവർ ഹിയർ. ഞാൻ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ഗൂഗിൾ ഫോം ഇടുന്നുണ്ട്. ജസ്റ്റ് രജിസ്റ്റർ ഓവർ ഹിയർ. ഇഫ് യു രജിസ്റ്റർ ദർ, ഞാനും എൻ്റെ അക്കാഡമിക് ടീമും നിങ്ങൾക്ക് ഞങ്ങൾ അക്കാഡമിക് കൗൺസിലിംഗ് ഫ്രീ ആയിട്ട് ഞങ്ങൾ തരും. വിൽ ബി ദർ ത്രൂ ഔട്ട് ടിൽ May 2026. നിങ്ങൾ ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ എക്സ്പെർട്ടീസിൽ ഉണ്ടാവും. ദാറ്റ്സ് ദ തിങ്. അപ്പം ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. എങ്ങനെ വേണ്ട, എന്താ പഠിക്കുക, പഠിത്തത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അതിനുള്ള ഒരു അഡ്വൈസ് തരും. ദാറ്റ്സ് ദ തിങ്. ഇനി ഡിസ്ക്ലൈമർ ഞാൻ പറയാണ്, ഈ കാറ്റഗറൈസ് വരുന്നത് പാസ്റ്റ് എക്സാം അനാലിസിസ് വെച്ചിട്ടാണ്. സ്റ്റുഡൻസ് ABC അനാലിസിസ് ഇമ്പോർട്ടൻസ്, പഠിക്കേണ്ട ഇമ്പോർട്ടൻസിൽ മാത്രം നോക്കുക. അല്ലാണ്ട് ഇത് വരും അത് വരും അങ്ങനെയുള്ള ആയിട്ടില്ല. ഇമ്പോർട്ടൻസ് ഇത് വരും അത് വരും എന്നുള്ള ഹയസ്റ്റ് ലെവൽ ഓഫ് അഷുറൻസ് ആണ്. ഞാൻ ഇപ്പോഴും ആബ്സല്യൂട്ട് അഷുറൻസ് തന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ഇത് ICI ആയതുകൊണ്ട് എവിടുന്നും എങ്ങനെയും ചോദിക്കാം. MCQ കൂടി ആയതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. സോ പക്ഷേ ഈ പറഞ്ഞ കാറ്റഗറൈസേഷൻ ആണ് നമ്മുടെ സ്മാർട്ട് അപ്രോച്ച്. ഹാർഡ് വർക്ക് അല്ല നമുക്ക് CA ക്ക് വേണ്ടത്, സ്മാർട്ട് വർക്കാണ് വേണ്ടത്. ദിസ് ഇസ് ദ സ്മാർട്ട് വർക്ക് ഗൈസ്. ഐ എം ഹെൽപ്പിംഗ് യു, ഐ എം സ്പൂൺ ഫീഡിങ് യു. പ്ലീസ് യൂസ് ഇറ്റ് ടു ദി മാക്സിമം. ഇതും കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു 10 ദിവസം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അല്ലെങ്കിൽ വേണ്ട, ആദ്യത്തെ 2-3 ദിവസം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുന്നുണ്ടോ നോക്ക്. ഇല്ലാന്നെങ്കിൽ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത് വെക്കോ. ബട്ട് വർക്കൗട്ട് ആയാലോ, ആരോ പറഞ്ഞ പോലെ ബിരിയാണി കിട്ടിയാലോ, ആ ഒരു രീതിയിൽ ഒന്ന് ആലോചിച്ചാൽ മതി. ഗിവ് ഇറ്റ് എ ട്രൈ. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തു. 10 ദിവസത്തെ പ്ലാൻ ചെയ്തു, കഴിഞ്ഞില്ല. അഡ്വാൻസ് അക്കൗണ്ട്സ് അപ്പോഴും നിങ്ങൾ പഠിക്കണം. റിട്ടൻഷൻ വേണം. അല്ലെങ്കിൽ എന്താണ്ടാവും, നിങ്ങൾ മറന്നു പോകും. ഇന്ന് പഠിച്ചാൽ നാളെ മറക്കുന്ന ആൾക്കാരാണ്. അല്ലേ പോട്ടെ, ഇന്നലെ പഠിച്ചാൽ ഇന്ന് നമ്മൾ ഓർക്കത്തില്ല. So that's the thing. You need to have a retention, but at the same time, you need to focus on other papers also. There comes the step number 3. Okay, step number 3 വരുന്നത്, നിങ്ങൾ ഈ പ്രിപ്പറേഷൻ ഉണ്ടല്ലോ 60+, 70+, ഈ അഷുറൻസിന്റെ ഹയസ്റ്റ് അഷുറൻസ് ആണല്ലോ, ക്ലോസസ്റ്റ് ടു ഗ്യാരണ്ടി ആക്കണം. എനിക്ക് 60+, 70+ ക്ലോസസ്റ്റ് ടു ഗ്യാരണ്ടി ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മോക്ക് എക്സാംസ് എഴുതണം. ആ മോക്ക് എക്സാംസ് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ആ പ്ലാറ്റ്ഫോംസിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്ത് നോക്കാം. ഓക്കെ, ആൻഡ് ഞാൻ കുറേ പ്ലാറ്റ്ഫോംസ് അവിടെ മെൻഷൻ ചെയ്തത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം. വേർ ഐ ഹാവ് അറ്റൻഡഡ് വിത്ത് മൈ CA ഫൈനൽ. അതേപോലെ തന്നെ എൻ്റെ സ്റ്റുഡൻസ് CA ഇന്റർമീഡിയറ്റിൽ ഇരുന്ന ടൈമിലും നോക്കിയ ഒരു കാര്യമുണ്ട്. ബിക്കോസ് ഐ കെയിം ടു നോ ദിസ് വെരി റീസെന്റ്. അതുകൊണ്ടാണ് ഞാൻ CA ഫൈനൽ എഴുതി. CA ഇന്റർമീഡിയറ്റിൽ എഴുതാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. എനിക്ക് പറഞ്ഞു തരാനും ആൾക്കാരുണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ അത് പറഞ്ഞത്, കുറച്ച് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. And frankly, in January 26 attempt,
all of them has scored exemption out of this. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻസ് വെച്ച് പറയുന്നത്. നിങ്ങൾ ഇതൊന്ന് നോക്ക്. ആ പ്ലാറ്റ്ഫോമിന്റെ പേരും ഞാൻ പറയാം, CA ടെസ്റ്റ് സീരീസ് എന്നാണ്. ആൻഡ് എനിക്കിതിലൊന്നും കിട്ടത്തില്ല. ഐ എം ടെലിംഗ് യു, ഞാൻ അത് പ്രൊമോഷനും എല്ലാം നടത്തുന്നത്. ഐ എം ജസ്റ്റ് ഷെയറിംഗ് മൈ എക്സ്പീരിയൻസ്. CA ടെസ്റ്റ് സീരീസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോംസ് ഐ ഹാവ് എവർ സീൻ. ഞാൻ മോക്ക് എക്സാംസ് വേറെ ഞാൻ ചെയ്തിട്ടുണ്ട്, മോക്ക് പ്ലാറ്റ്ഫോംസ് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ബെസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ CA ടെസ്റ്റ് സീരീസ്. ഐ എം ടെലിംഗ് വിത്ത് മൈ എക്സ്പീരിയൻസ്. ഞാൻ FRും AFMും ഞാൻ CA ടെസ്റ്റ് സീരീസ് വെച്ചിട്ടാണ് ചെയ്തത്. CA ഫൈനൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, അഡ്വാൻസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പേപ്പർ. ഈ 2 പേപ്പറിൽ എനിക്ക് FRൽ 65ഉം AFMൽ 69ഉം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ CA ടെസ്റ്റ് സീരീസ്. അതേപോലെ തന്നെ നമ്മുടെ പിള്ളേർക്കും ഈ CA ടെസ്റ്റ് സീരീസ് വെച്ചിട്ട് തന്നെ 65, 68, 70, 72 വരെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് നോക്കി നോക്കി. ആൻഡ് ഇറ്റ് ഹാർഡ്ലി കോസ്റ്റ് 525 rupees. നിങ്ങൾ ഈ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പ്ലാൻ കിട്ടും എന്താണെന്നുള്ളത്. ആൻഡ് ഐ വുഡ് സജസ്റ്റ് ദ ബെസ്റ്റ് പ്ലാൻ ഔട്ട് ഓഫ് ദിസ് ഇസ് 4+2 സീരീസ്. 4+2 സീരീസ് എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് ഉണ്ടാകുക. ഓരോ യൂണിറ്റിനും 5 ചാപ്റ്റർ വെച്ചിട്ട് ഒരു എക്സാം നടത്തും. അപ്പൊ ആ 5 ചാപ്റ്ററിന് വെച്ചിട്ട് നിങ്ങൾ 60 മാർക്സിനോ 70 മാർക്സിനോ വെച്ചായിരിക്കും. അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. സോ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. അൺഷെഡ്യൂൾഡ് ആണ്. നിങ്ങളുടേതായ ഒരു ടൈമിൽ ചെയ്താൽ മതി. അവർ പറയുന്ന ടൈമിലുണ്ട്, അറ്റ് യുവർ ഓൺ ഫ്രീ ടൈം. ദാറ്റ്സ് ഇനഫ്. അപ്പൊ ഇതൊന്നും മാക്സിമം യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഷ്യൂറൻസ് മാറി ക്ലോസസ്റ്റ് ടു ഗ്യാരണ്ടി എത്തിക്കാൻ പറ്റും. 60+ഉം 70+ഉം. ദാറ്റ്സ് മൈ വേർഡ്. ഓക്കെ. ഇനി എന്തുകൊണ്ടാണ് CA ടെസ്റ്റ് സീരീസ് ഞാൻ പറഞ്ഞു, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടേ പറയാം. ആൻഡ് ഡിസ്ക്ലൈമറും ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ പ്രൊമോഷൻ അല്ല നടത്തി, എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയണത്. അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി അഡ്വാൻസ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ പേപ്പർ എന്താ പറയണത്, നമുക്ക് ഈ ഇങ്ങനെ വാരി വലിച്ച് പഠിച്ച് എല്ലാവരും ഇമ്പോർട്ടൻസ് വെച്ചാൽ ഇതൊരു സ്മാർട്ട് വർക്ക് ആയിട്ട് ചെയ്യണ്ട. സ്മാർട്ട് വർക്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 60+ഉം 70+ഉം ഷുവർ ആയിട്ടും അച്ചീവബിൾ ആണ്. ഐ എം ടെലിംഗ് യു ദിസ് വിത്ത് മൈ എക്സ്പീരിയൻസ്, വിത്ത് മൈ ഓൺ ആൻഡ് വിത്ത് മൈ സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ഓൾസോ. ദാറ്റ്സ് ദ തിങ്. അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കാം. പിന്നെ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് ഇടുന്നുണ്ട്. അതിൽ കയറി രജിസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ PDF ഫ്രീ ആയിട്ട് കിട്ടും ചെയ്യും. അത് മാത്രമല്ല നിങ്ങൾക്ക് എൻ്റെ സൈഡിൽ നിന്ന് അക്കാഡമിക് കൗൺസിലും കിട്ടും. ഓക്കെ. ആ PDFിൽ കാണുന്ന നമ്പർ ഉണ്ട്. സി ഇഫ് യു ലുക്ക് അറ്റ് ഹിയർ, ഹിയർസ് മൈ നമ്പർ ആൻഡ് ഹിയർസ് മൈ Instagram ഓൾസോ. ജസ്റ്റ് സെർച്ച് മൈ നെയിം ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ്. നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഇനി വാട്സപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലിട്ടാൽ, ഇൻസ്റ്റാഗ്രാം ഇല്ലെങ്കിൽ വാട്സപ്പിലിടാം. ഇനി അതും ഇല്ലെങ്കിൽ എൻ്റെ മെയിൽ ID വെച്ചിട്ടാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, മെയിൽ IDയിലും നിങ്ങൾക്ക് ഇത് കിട്ടും. ആക്ച്വലി ദിസ് വിൽ ബി ഷെയർഡ് ത്രൂ യുവർ മെയിൽ. സോ മേക്ക് ഷുവർ യു ചെക്ക് യുവർ മെയിൽ ഇൻ ജസ്റ്റ് 24 hours. വിത്തിൻ 24 hours നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അതാണ്. സോ ഇവിടെ ഞാൻ ഇനി അഥവാ നിങ്ങൾ ആരെങ്കിലും ക്ലാസ് മേടിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് കോൺകർ ബാച്ചിൽ കയറിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മേടിക്കാവുന്നതാണ്. ആൻഡ് കോൺസെപ്റ്റ്സ് മാത്രമാണെങ്കിൽ 2000. ഇനി കോൺസെപ്റ്റ്സ് വിത്ത് ക്വസ്റ്റൻ ആണെങ്കിൽ ഇപ്പോഴത്തെ ഓഫറാണ് 2800 കിട്ടും. ആൻഡ് ഇഫ് യു വാണ്ട് ടു എൻറോൾ ജസ്റ്റ് മെസ്സേജ് മീ ത്രൂ വാട്സ്ആപ്പ് ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ്. ആൻഡ് ഇതിന് കൂടെ കളേർഡ് ബുക്സും കിട്ടും. കോൺസെപ്റ്റ് കോൺകർ എന്ന് പറഞ്ഞ ബുക്കും കിട്ടും, കളേർഡ് ആയിട്ട്, കളർ കോഡഡ് ആയിട്ട് എന്നുള്ള രീതിയിൽ കിട്ടും. ആൻഡ് ഓൾസോ എന്താ പറയുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട രീതിയും അക്കാഡമിക് കൗൺസിലും ഇതിലൂടെ തന്നെ കിട്ടും. ഓൾറെഡി നിങ്ങൾക്ക് അക്കാഡമിക് കൗൺസിലിംഗ് ഫ്രീ ആണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇതിലൂടെ അത് ഇൻക്ലൂസീവ് ആയിരിക്കും. ഓൾറൈറ്റ്. പിന്നെ ഗ്രേഡ് വെയിറ്റേജ് ഞാൻ കാണിച്ചു തന്നു. ആൻഡ് ഈ ഗ്രേഡ് വെയിറ്റേജും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് ഓക്കെ, അഗെയിൻ ഐ വിൽ ഷെയർ യു ദിസ് മെയിൽ. ഇനി അല്ലാന്നാണെങ്കിൽ സ്റ്റിൽ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇതെന്തായാലും ഒന്നും കൂടെ കിട്ടുന്നതായിരിക്കും. സോ യാ പിള്ളേരെ, അഡ്വാൻസ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടും ഇല്ല പിള്ളേരെ. നമുക്ക് സുഖമായിട്ട് നമുക്കിത് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ആൻഡ് ഐ ഹാവ് എ ഗട്ട് ഫീലിംഗ് ദാറ്റ് ദിസ് ഇൻ കമ്മിങ് May 2026 attempt, ഇറ്റ് കുഡ് ബി സിമ്പിൾ ഇഫ് യു ഫോളോ ദിസ്. ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. ഞാൻ 10 ദിവസം മൊത്തം ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, ബിക്കോസ് ലെസ് ദാൻ 50 days ആണ്. ഒരു 2-3 ദിവസം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളുടെ പഠിത്തം മൂവ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ഉണ്ടെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് അപ്രോച്ച്. ദിസ് ഇസ് ദ ബെസ്റ്റ് അപ്രോച്ച്. സോ നിങ്ങൾ അതൊന്ന് നോക്കി നോക്ക്. സോ ഐ ബി കൺക്ലൂഡിങ് ഓവർ ഹിയർ. കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. ആൻഡ് എൻ്റെ ഹെൽപ്പ് എന്ത് വേണമെന്നാണെങ്കിലും ഐ ബി ദെയർ വിത്ത് യു. ആൻഡ് ലെറ്റ്സ് മേക്ക് ദിസ് സിമ്പിൾ ടു ഗൈസ്. ഷാൽ വി? യെസ് വി ഷാൽ. സോ മൈ പ്രേയേഴ്സ് ആൻഡ് വിഷസ്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ആൻഡ് എല്ലാവർക്കും നമുക്കിത് ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ എക്സംഷൻ കിട്ടട്ടെ എന്നുള്ള രീതിയിലോട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സോ യാ, ടേക്ക് കെയർ ഓൾ and have a great day ahead.